ജയശങ്കർ സാർ, നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയായിരുന്നു കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ശേഷം അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ മുസ്ലിങ്ങളൊക്കെ സുരക്ഷിതരാണെന്നും. ആ വാർത്ത നമ്മൾ കണ്ടതാണ്. പലരും അതിനെ വിമർശിച്ചതാണ്, പലരും അതിനെ ആഘോഷിച്ചതുമാണ്. പക്ഷേ ഒരു സംശയം അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം അവിടെ ഉരുത്തിരിഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, കാന്തപുരവും അല്ലെങ്കിൽ മറ്റ് മുസ്ലിം സമുദായ നേതാക്കളും അവർ പിന്തുടർന്നു പോരുന്ന ചില നിയമങ്ങളുണ്ട്. അത് അവരുടെ സമുദായം അനുശാസിക്കുന്ന രീതിയിലുള്ള ശരിയ നിയമങ്ങൾ പോലുള്ളവയാണ്. അത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മറ്റു ചില നിയമങ്ങളുണ്ട്. അത് സ്ത്രീകൾക്ക് ഉൾപ്പെടെ നൽകുന്ന ചില സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ മറ്റൊരാളുടെ വിശ്വാസം വേറൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്, അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഇന്ത്യൻ ഭരണഘടനയും അല്ലെങ്കിൽ മുസ്ലിം സമുദായം അനുശാസിക്കുന്ന അല്ലെങ്കിൽ അവർ അനുസരിച്ചു പോരുന്ന ശരിയാ നിയമവും അല്ലെങ്കിൽ കാന്തപുരവും മറ്റ് മുസ്ലിം സമുദായ നേതാക്കളും ഒക്കെ തമ്മിൽ കൂടിക്കലരുമ്പോൾ ചില വിയോജിപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയില്ലേ? അങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ ആ വിയോജിപ്പുകൾ എന്തൊക്കെയാണ്? അതിനെ എങ്ങനെ നമുക്ക് മറികടക്കാൻ സാധിക്കും? ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ എല്ലാവർക്കും നിയമം ഒന്നാണ്, ഭരണഘടന എല്ലാവർക്കും ഒന്നാണ്. ഒരാൾക്കും പ്രത്യേക ഒരു പ്രിവിലേജ് ഒന്നും ഇവിടെ കിട്ടാൻ പോകുന്നില്ല ഒരു തരത്തിലും. ആരും തന്നെ അതിന് മോഹിക്കും വേണ്ട. ഇവിടുത്തെ പ്രശ്നം, ചിലർ ആ ഒരു പ്രിവിലേജ് മോഹിക്കുന്നതാണ്. ആ മോഹത്തിന് കാരണം ഇവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇവിടെ ഭരണത്തിൽ വന്നവരും അതിനു പുറമെ കേരളത്തിൽ മാറി മാറി ഭരിച്ചവരും ഇവർക്ക് ചെയ്തു കൊടുത്ത ചില സഹായങ്ങളുടെ ഫലമായിട്ടാണ് ആ പ്രിവിലേജ് ഇപ്പോഴും അവർ സ്വപ്നം കണ്ട് മുന്നോട്ട് പോകുന്നത്. അത് ഒരു പരിധിവരെ അവർക്ക് പിടിച്ചു വാങ്ങാനും നേടിയെടുക്കാനും സാധിച്ചിട്ടുമുണ്ട്. കാരണം ഇവർ പല വിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവരുടെ കാര്യം നേടിയെടുക്കാനായി, നടത്തിയെടുക്കാനായി ഇവിടെയുള്ള ഭരണകക്ഷിയെയോ പ്രതിപക്ഷത്തിനെയോ ഇവര് കുപ്പിയിലാക്കും. എന്നിട്ട് കൂട്ടമായി കുത്തിക്കൊടുക്കും. ഇവർ സന്ധി ചെയ്ത കാര്യങ്ങൾ ആ ഭരണത്തിൽ കയറിയവരിൽ നിന്ന് പിടിച്ചു വാങ്ങും. ഇതാണ് 40-45 കൊല്ലമായിട്ട് നമ്മൾ കേരളത്തിൽ കണ്ടത്. ഇന്ത്യയിൽ നമ്മൾ കണ്ടതാണ്. ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം തന്നു. അന്ന് ഇവിടെ ഈ രാജ്യം ഒരു മുസ്ലിം രാഷ്ട്രമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു വിഭാഗം ജനങ്ങൾ ലഹള ഉണ്ടാക്കി. വലിയ ചർച്ച നടന്നു. ചർച്ചയുടെ ഭാഗമായി അവസാനം രാജ്യം മുറിച്ചു കൊടുത്തു മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട്, മുസ്ലിം രാജ്യത്തിന് വേണ്ടിയിട്ട്. എന്നാ എല്ലാവരും പോയില്ല. അന്ന് ആ മുറിച്ചു കൊടുത്ത സമയത്ത് ഒരു വിഭാഗം ജനങ്ങൾ അവിടേക്ക് ചേക്കേറിയപ്പോൾ വളരെയധികം കഷ്ടപ്പെട്ട് അവിടുത്തെ കുറെ ഹിന്ദുക്കൾ ഇങ്ങോട്ടും തിരിച്ചു വന്നപ്പോൾ ആ മുറിച്ചു കൊടുത്ത രാജ്യത്തിനു വേണ്ടിയിട്ട്, അന്ന് അറിയാലോ ഇന്ത്യയുടെ ഖജനാവ്, ഇന്ത്യയുടെ ഭരണത്തിലിരിക്കുന്ന താൽക്കാലിക മന്ത്രിസഭയുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടാവുമെന്ന് നമുക്ക് ഊഹിച്ചാൽ അറിയാം. ആ സമയത്ത് മഹാത്മാഗാന്ധി സത്യാഗ്രഹമിരുന്നു ഈ മുറിച്ചു കൊടുത്ത രാജ്യത്തിന് വലിയ ഒരു പൈസ ഗിഫ്റ്റായി കൊടുക്കാൻ. ഞാൻ മനസ്സിലാക്കുന്ന 55 കോടി രൂപയൊക്കെയാണ് അന്നത്തെ. അത് കൊടുക്കാൻ ഇവിടെ പൈസ ഇല്ല എന്ന് സർദാർ പട്ടേലും നെഹ്റു ഒക്കെ പറയുമ്പോ പറ്റില്ല, കൊടുക്കണമെന്ന് പറഞ്ഞ് ഗാന്ധി അന്ന് ശക്തമായി വാദിച്ച് അവസാനം ഗതികെട്ട് നമ്മളെ പൈസ അവർക്ക് കൊടുത്തു. നേരം മറിച്ച് ആ പൈസ അന്ന് ഇന്ത്യ കയ്യിൽ വെച്ചിരുന്നു എങ്കിൽ, ഇന്ത്യ അന്നത്തെ കാലത്ത് 55 ലക്ഷം എന്ന് പറഞ്ഞാൽ നിസാര പൈസയല്ല, 55 ലക്ഷം കോടിയാണ്. ആ പൈസ കയ്യിൽ വെച്ചിരുന്നു എങ്കിൽ ഇന്ത്യ എത്രയോ ഡെവലപ്ഡ് ആയിരുന്നു. പക്ഷെ ഇവിടെ ഭരിക്കുന്നവനും ഒന്നും തന്നെ ഇന്ത്യ അല്ലായിരുന്നു. തൽക്കാലം സുഖിച്ച് വിലസണം, അല്ലാതെ രാജ്യത്തെ പുരോഗമിച്ച് വലിയൊരു ലെവലിലേക്ക് കൊണ്ടുവരണം എന്നൊന്നും അവർക്കൊരു മോഹം ഇല്ല എന്നാണ് നമുക്ക് അതിൽ നിന്ന് അനുമാനിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ ഈ
അവർ ഭരിക്കാൻ തുടങ്ങി ഈ 2014 വരെയോ ഇതിന്റെ ഇടയിൽ ഒരു കുറച്ചു കാലം മാത്രമാണ് വാജ്പേയി ഭരണത്തിൽ വന്നത്. ഈ ഇന്ത്യയിൽ എന്ത് മണ്ണങ്കട്ട ഉണ്ടായത്? ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളല്ലാതെ കാര്യമായിട്ടൊന്നുമില്ല. ഉള്ളതില് നെഹ്റുവിന്റെയും ഒക്കെ പേരുകൾ ഇട്ടു. ജവഹർലാൽ നെഹ്റു, രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി എന്നൊക്കെ പേരുകൾ കൊണ്ട് സ്ഥാപിച്ചു എന്നല്ലാതെ കാര്യമായിട്ട് ഒരു തരത്തിലുള്ള ഡെവലപ്മെന്റും ഇന്ത്യയിൽ കണ്ടില്ല. ഇന്ത്യ ലോകരാജ്യങ്ങളുടെ മുന്നിൽ വളരെ നാണം കെട്ട് ജീവിക്കുന്ന രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. അതിനൊരു മാറ്റം വന്നത് 2014 മുതലാണ്. 2014 ഇന്ത്യ കുതിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇന്ന് നമ്മൾ ഈ കുതിച്ചു നിൽക്കുന്ന ഈ അവസ്ഥയിൽ ഉണ്ടായത്. ഇപ്പോ ഈ 2014 മുതൽ ഈ ഒരു വിഭാഗം ജനങ്ങൾക്ക് അസ്വസ്ഥതയാണത്രേ. എന്താണ് അസ്വസ്ഥത എനിക്കറിയില്ല. അപ്പോ എപ്പോ എന്ത് കാര്യം പറഞ്ഞാലും നമ്മുടെ പ്രധാനമന്ത്രിയെ കുറ്റം പറയുന്ന ഒരു വിഭാഗം ജനങ്ങൾ, അതിന് ഒരു ശക്തമായ മറുപടിയാണ് ഇപ്പോ നമ്മുടെ AP അബൂബക്കർ മുസ്ലിയാർ ഈ സമയത്ത് ഒരു ചർച്ചയ്ക്ക് വരുത്തുന്ന രീതിയിൽ ഒരു സംഭവം ഉണ്ടാക്കിയത്. സത്യത്തിൽ ഈ അബൂബക്കർ മുസ്ലിയാർ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്ന പദവിയിൽ ഇരിക്കുന്ന ആളാണ്. അങ്ങനത്തെ ആദ്യമായിട്ട് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഒരാൾ ആദ്യമായിട്ട് ആവുകയാണ്. അല്ലാതെ ഇവിടെ ഒരു മുക്രിയോ ഒരു തങ്ങളോ ഒരു മൗലവിയോ ഒന്നും ആയിട്ടില്ല. പക്ഷെ ഇന്ന് അദ്ദേഹം മോദിജിയെ കണ്ടപ്പോ ഈ മുക്രിമാരും മൗലവിമാരും ഈ ശങ്ങളുമാരും ഷാജിമാരും അല്ലെങ്കിൽ സതീശനടക്കം അതിനെ പച്ചത്തറി പറയാൻ തുടങ്ങി. സത്യത്തിൽ ഇദ്ദേഹം വളരെ ബുദ്ധിമാനായ ഒരു മുസ്ലിം മതപണ്ഡിതനാണ്. കാരണം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ പണ്ടും ഈ ഇദ്ദേഹം ഇവിടെ രാജീവ് ഗാന്ധിയെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയെ കണ്ടിട്ടുണ്ട്, നരസിംഹറാവുവിനെ കണ്ടിട്ടുണ്ട്, മൻമോഹൻ സിംഗിനെ കണ്ടിട്ടുണ്ട്, മറ്റേ VP സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. ഓരോ കാലഘട്ടങ്ങളിലും അതാത് പ്രധാനമന്ത്രിയെ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെ നിലനിൽക്കുമ്പോൾ ഈ സമയത്ത് ഇന്ത്യയെ ശക്തമായി ലോകരാജ്യങ്ങളുടെ മുമ്പിൽ വലിയൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്ന പ്രധാനമന്ത്രിയെ അദ്ദേഹം പോയി സന്ദർശിച്ചപ്പോൾ ഈ വാൽമാക്രികളായ തങ്ങളുമാർക്കും മൗലവിമാർക്കും ആജിമാർക്കും കണ്ണിൽ പിടിക്കുന്നില്ല, അദ്ദേഹത്തെ കുറ്റം പറയാൻ തുടങ്ങി. അതിന്റെ ഒപ്പം കൂട്ടം കൂടി നിന്ന് സതീശനും പറയാൻ തുടങ്ങി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അദ്ദേഹം എന്താണ് പ്രധാനമന്ത്രിയുമായി സംസാരിച്ചത് എന്നുള്ള ഒരു ഡിക്ലറേഷൻ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്താണ് അവിടെ സംസാരിച്ചത് എന്നുള്ളത്. സത്യത്തിൽ എന്താ ഉണ്ടായത്? അദ്ദേഹം അകത്തുപോയി സംസാരിച്ചു. 2 ഫോട്ടോ പുറത്തു വന്നു, അദ്ദേഹവും പ്രധാനമന്ത്രിയുമായി നിൽക്കുന്നത്. ചർച്ച ചെയ്ത വിഷയം എന്താണെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ചർച്ച കഴിഞ്ഞ് പുറത്തു വരുന്ന സമയത്ത് ചാനലുകാര് ഈ അബൂബക്കർ മുസ്ലിയാരോട് ചോദിക്കുകയാണ് ചർച്ച ചെയ്ത അപ്പൊ അയാൾ തിരിച്ചു ചെയ്തുള്ളൂ. അപ്പൊ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വളരെയധികം സുരക്ഷിതരാണ്. അത് അദ്ദേഹം സത്യമാ പറഞ്ഞത്. കാരണം ഇവിടെ മുസ്ലിങ്ങളെക്കാട്ടിയും വളരെ അപകടത്തിൽ ജീവിക്കുന്ന ഇന്ത്യയുടെ പൊതുജനങ്ങളാ. അത് ഈ AP മുസ്ലിയാർക്ക് അറിയാം. കാരണം 2019 പഹൽഗാമ ജില്ലയില് നമ്മുടെ 40 CRPF ഭടന്മാരെ മനുഷ്യ ബോംബ് വന്ന് പൊട്ടിത്തെറിച്ച് കൊല ചെയ്യപ്പെട്ടു. ഓർമ്മയുണ്ടല്ലോ? അത് മുസ്ലിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടായില്ല? ഒന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് പഠാൻകോട് എന്ന സൈനിക ക്യാമ്പിൽ ആക്രമിച്ച് കയറി, അതായത് മിലിറ്ററി ഡ്രസ് ഇട്ടിട്ട് ആക്രമിച്ച് കയറിയിട്ട് കുറച്ച് 2-3 നമ്മുടെ മിലിറ്ററി ഉദ്യോഗസ്ഥര് മരിച്ചു. കൂട്ടത്തിൽ 2 തീവ്രവാദികളും മരണപ്പെട്ടു. അപ്പോഴും മുസ്ലിം വിഭാഗത്തിന് കുഴപ്പമുണ്ടായിട്ടില്ല. ഇപ്പോ 2025 അധിക ഒരു കൊല്ലം കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞേ ഉള്ളൂ. അതായത് ഏപ്രിൽ, ഒരു കൊല്ലം ആവണേ ഉള്ളൂ. ഏപ്രിൽ 22, 2025 പഹൽഗാം എന്താ ഉണ്ടായത്? മുണ്ട് പൊക്കി നോക്കിയിട്ട്, അതായത് ടൂറിസ്റ്റുകളുടെ ഇടയിൽ പോയി അവരുടെ മുണ്ട് പൊക്കി നോക്കിയിട്ട് അത് മുസ്ലിം അല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട്
മറ്റുള്ള ജാതിക്കാരെ തെരഞ്ഞു പിടിച്ചിട്ട് അതിലെ പുരുഷന്മാരെ മാത്രം വെടിവെച്ചു കൊന്നു. 10-25ഓളം നിരപരാധികളായ ടൂറിസ്റ്റുകളായ മുസ്ലിം അല്ലാത്ത ഹിന്ദുക്കൾ മരിച്ചു വീണു. ഭാര്യമാരുടെ മുന്നിൽ വെച്ചാണ് അവര് വെടിവെച്ചു കൊന്നത്. എന്താണ് ഇവര് സ്ത്രീകളെ വെടിവെക്കാത്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇവർക്ക് സ്ത്രീകളോട് എന്തോ പ്രത്യേക ഒരു ഇതുണ്ട് തോന്നുന്നു ഈ മുസ്ലിം ഈ സംഭവത്തിന്. അതെന്തോ ആയിക്കോട്ടെ, അത് ഞാൻ കൂടുതൽ ഇപ്പൊ വിശദീകരിക്കുന്നില്ല. എന്തായാലും ആ 25 പുരുഷന്മാരെ വെടിവെച്ചു കൊന്നു. അതില് ഇതിനു വേണ്ടി പ്രതിരോധിച്ച ഒരു മുസ്ലിം സഹോദരനും കാശ്മീരിയായ ഒരു മുസ്ലിം സഹോദരനും അതിൽ ഉൾപ്പെടും. അപ്പോ ഇവിടെ മുസ്ലിം സമുദായത്തിന് എന്ത് പ്രശ്നം ഉണ്ടായത്? ഇവിടെ കോളാമ്പി വെച്ച് 5 നേരവും പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന വിധത്തിൽ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി കോളാമ്പിയിൽ കൂടി വാങ്ക് വിളിക്കുന്നു. ഈ വാങ്കിൽ എന്താ പറയുന്നത്? അറബി ആയ കാരണം അവർക്കും അറിയില്ല, ആർക്കും അറിയില്ല. പക്ഷെ ആ പറയുന്ന വാചകങ്ങളുടെ അർത്ഥം എന്താണ്? ആ അർത്ഥം കേട്ടാൽ ഒരു മതേതര രാജ്യത്ത് പറയേണ്ട വാചകങ്ങളല്ല ആ മൈക്കിൽ കൂടി വിളിച്ചു പറയുന്നത്. 5 നേരവും വിളിച്ചു പറയുന്നത് എന്താ? വിളിച്ചു പറയുന്നത് പടച്ചോനല്ലാതെ ഒരു ദൈവവും ഈ ലോകത്തില്ല. ആ പടച്ചോനെ പ്രാർത്ഥിക്കാൻ, നിസ്കരിക്കാൻ എല്ലാവരും തയ്യാറായി വരിക. ഇതാണ് ആ വാങ്കിൽ വിളിച്ചു പറയുന്നത്. ഇത് മലയാളം അല്ലാത്ത കാരണം ഈ പറയുന്ന മുസ്ലിമിനും അറിയില്ല. മുസ്ലിമിന് വളരെ കുറച്ച് ആൾക്കാർക്ക് അറബി അറിയുള്ളൂ. അത് എനിക്കറിയാം. അവര് വലിയ വർത്താനൊക്കെ പറയും. അവര് മദ്രസയിൽ പഠിപ്പിക്കുമ്പോഴൊന്നും ശരിക്കും ഇത് പഠിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് ആൾക്കാരോട് അറബി വായിക്കാനും പറയാനും അതിന്റെ അർത്ഥം അവർക്ക് അറിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പോലും അവർക്ക് അറിയില്ല. വെറുതെ ഒരു ഡ്രാമ കളി. അപ്പോ ഈ ഒരു രാജ്യത്ത് കോളാമ്പി വെച്ച് ബാങ്ക് വിളിച്ച് നിസ്കരിച്ച് യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ പൊട്ടിത്തെറിക്കാതെ, അതായത് നിസ്കരിക്കുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ വെള്ളിയാഴ്ച പ്രാർത്ഥന പല തരത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പൊട്ടിത്തെറിക്കുകയാണ് അവരുടെ ഇടയിൽ തന്നെ. അവര് നുറുങ്ങിപ്പോവാണ്. അതൊന്നും നടക്കാത്ത ലോകത്തെ ഒരേ ഒരു രാജ്യമാണ് ഇന്ന് ഭാരതം. അതിന് ഇവിടെ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് നമ്മുടെ പ്രധാനമന്ത്രി. ഇന്ന് ലോക നേതാക്കള് ബഹുമാനിക്കുന്ന, ഉപദേശം തേടുന്ന, ലോകങ്ങൾ മുഴുവൻ ആരാധിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയാണ്. നമ്മൾ കണ്ടതാണ് 2 ആഴ്ച മുന്നേ UAE അധിപൻ പെട്ടെന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് വരികയാണ്. രഹസ്യമായിട്ട് എന്തോ കാര്യങ്ങൾ പറഞ്ഞ് അപ്പൊ തന്നെ തിരിച്ചുപോയി. ഒരു മുന്നേ തീരുമാനിച്ച ഒരു സംവിധാനം ഒന്നുമല്ല. അപ്പോ വളരെ പെട്ടെന്ന് ആ രാജാവിന് എന്തോ മാനസികമായ ഒരു പ്രശ്നം ഉണ്ടായപ്പോ അതിന് തക്കതായ എന്തെങ്കിലും ഒരു ഉപദേശം, നിർദ്ദേശം വേണമെന്ന് അദ്ദേഹം ഫോണിൽ കൂടി വേണ്ട, നേരിട്ട് തന്നെ ചോദിക്കാമെന്ന് പറഞ്ഞ് ആരുടെ അടുത്തേക്ക് ഓടി വന്ന്? നമ്മുടെ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക്. അത് തന്നെയാണ് നമ്മുടെ AP അബൂബക്കർ മുസ്ലിയാർ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ ചെയ്തതും. അദ്ദേഹം ഇവിടെയുള്ള പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നും അത് ചർച്ച ചെയ്യാനുമായിട്ട് പ്രധാനമന്ത്രിയെ പോയി കണ്ടു, സംസാരിച്ചു, വിശദീകരിച്ചു. കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ സമുദായത്തിലെ പറയപ്പെടേണ്ട, കാണിക്കേണ്ട ചില കാര്യങ്ങൾ പ്രധാനമന്ത്രിയോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലാതെ ഞങ്ങൾക്ക് പ്രത്യേക പ്രിവിലേജ് വേണം, ഞങ്ങൾക്ക് പ്രത്യേക റിസർവേഷൻ വേണം, ഞങ്ങൾക്ക് ഇതൊന്നും, ആ വിഡ്ഢിത്തരങ്ങളൊന്നും ഈ പറയുന്ന അബൂബക്കർ മുസ്ലിയാർ പ്രധാനമന്ത്രിയോട് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ അനുസരിച്ച് അതിനെ മാനിച്ച് ഈ രാജ്യത്ത് ജീവിക്കുന്ന വലിയൊരു മതപണ്ഡിതനാണ്. മറ്റുള്ള വിവരക്കേട് വിളിച്ചു പറയുന്ന മതമാണ് ഞങ്ങളുടെ ഐഡന്റിറ്റി, അതായത് നിസ്കരിക്കുന്നു, 5 നേരം നിസ്കരിക്കുന്നു, മതത്തിൽ പൂർണ്ണമായ വിശ്വാസമുണ്ടെന്ന് ഇലക്ഷൻ പ്രചരണം ചെയ്തിട്ട് ഇലക്ഷൻ പ്രചരണം നടത്തി ജയിച്ച നേതാക്കളുണ്ട് ഇവിടെ. ആ രാജ്യത്ത് അങ്ങനെ നിൽക്കുമ്പോ അതിന്റെ നേതാവായ തങ്ങന്മാരും മുക്രിമാരൊക്കെ നിലനിൽക്കുമ്പോ അവർക്കൊക്കെ ഒരു പാഠമായി ഭരണഘടനയെ മാനിക്കുന്ന, ബഹുമാനിക്കുന്ന, അനുസരിക്കുന്ന ഒരു പണ്ഡിതനായ AP
അബൂബക്കർ മുസ്ലിയാർ എന്ന ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്ന പദവി ഉള്ള തെക്കേ ഇന്ത്യയിലെ ഏക വ്യക്തിയായ ഇദ്ദേഹം മോദിയെ കണ്ടത് ഇപ്പോഴുണ്ടാകുന്ന മുസ്ലിങ്ങളുടെ ഇടയിലെ വലിയ ഒരു തെറ്റിദ്ധാരണ തന്നെ മാറിക്കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, എന്തായാലും കാന്തപുരം അല്ലെങ്കിൽ മോദി കൂടിക്കാഴ്ച ഇത്തരത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ചില തെറ്റിദ്ധാരണകളെല്ലാം മാറിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഒപ്പം തുടക്കത്തിൽ ജയശങ്കർ സർ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യക്കൊട്ടാകെ ഒരൊറ്റ നിയമം മാത്രമാണുള്ളത്. അത് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നതാണ്. മറ്റേത് സമുദായങ്ങളോ അല്ലെങ്കിൽ മറ്റേത് വിശ്വാസങ്ങളോ കാത്തുസൂക്ഷിക്കുന്ന അവരുടേതായിട്ടുള്ള നിയമങ്ങൾ മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ നമ്മളുടെ രാജ്യത്ത് അവകാശമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ രീതിയിൽ മുസ്ലിം സംഘടന ഇന്ത്യൻ ഭരണഘടനയുമായി കൂടുതൽ ചേരുന്നു അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന മാത്രം അനുശാസിച്ച് അവർ ജീവിക്കാൻ തയ്യാറാകുന്നു എന്നതൊക്കെയാണ് കാന്തപുരത്തിന്റെ ചില ഇടപെടലുകൾ, ചില തീരുമാനങ്ങളൊക്കെ നൽകുന്ന സൂചന എന്ന് നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ കരുതാം. വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ സർ. ഇതില് ഞാനൊരു കുറച്ച് ഭാഗം കൂടി ഒന്ന് പറയുന്നുണ്ട്. അതിൽ എഡിറ്റ് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ചെയ്തില്ല, അത് ഒന്നും കൂടി പറയുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, 2014 വരെയും നമ്മുടെ മുസ്ലിങ്ങൾ തീർത്ഥാടനമായി പോകുന്ന ഹജ്ജ്, 2014 ശേഷം പോകുന്ന ഹജ്ജ്, ഇത് വേറെ എടുത്ത് പറയണം. കാരണം 2014 ശേഷം നരേന്ദ്രമോദി ഭരണത്തിൽ വന്നതിന് ശേഷം ഇവിടെ നിന്നും ഹജ്ജിന് പോകുന്നവരുടെ എണ്ണം ഇരട്ടിയായി. അവരുടെ സൗകര്യങ്ങൾ, അവിടെ ചെന്നാലും ഇവിടുന്ന് പോകുന്നതുമായ സംവിധാനങ്ങൾ വളരെ ഭംഗിയായി, ആരും തന്നെ അറിയാതെ വളരെ ഭംഗിയായി ഹജ്ജിന് പോകുന്നു, തിരിച്ചു വരുന്നു. എന്നാൽ അതിന് മുന്നേയുള്ള കാലങ്ങളിൽ പകുതി ആൾക്കേ ഒഫീഷ്യലായിട്ട് ഹജ്ജിൽ പേരെന്നെ വരുള്ളൂ. ബാക്കി മുഴുവൻ കൈക്കൂലിയും കള്ളത്തരവും തിരികെക്കയറ്റലും വെട്ടും തട്ടിപ്പുമായിട്ട് പോവായിരുന്നു. അതിന് കരുക്കളായി നിന്നിരുന്നത് ഇവിടുത്തെ ട്രാവൽസുകാരായിരുന്നു. ആ ട്രാവൽസുകാർക്ക് ഈ ഒത്താശ ചെയ്തു കൊടുത്തിരുന്നത് ഇവിടെ ഭരിച്ചിരുന്നവർ തന്നെയായിരുന്നു. അങ്ങനെ ജനങ്ങളെ കൊള്ളയടിച്ച്, മുസ്ലിം ജനവിഭാഗത്തിനെ കൊള്ളയടിച്ചുകൊണ്ട് ഹജ്ജ് കർമ്മം പോലും നടത്തിക്കൊണ്ടിരുന്നതിന് വലിയൊരു മാറ്റം ഉണ്ടാക്കി കൊടുത്തത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ്. ഇന്ന് ഒരു വീട്ടിലെ വയസ്സായ ആരായാലും, ഒരു പുരുഷനായാലും സ്ത്രീ ആയാലും, ഒറ്റയ്ക്ക് പോലും ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരാൻ വളരെ എല്ലാവിധ സംവിധാനങ്ങളും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവിടെ പോയി വളരെ ശ്രദ്ധിച്ച് തിരിച്ച് വീട്ടിലെത്തുന്ന വളരെ ലളിതമായ ഒരു സംവിധാനമായി ഹജ്ജ് മാറ്റി. ഇരട്ടി, അതായത് അന്നൊക്കെ പോയതിന്റെ ഇരട്ടിയോളം ആൾക്കാരാണ് ഇപ്പോൾ ഹജ്ജിന് പോകുന്നത്. ഹജ്ജിന് പോകുന്നതും ഹജ്ജിന് പോയി തിരിച്ചു വരുന്നതും ആരും തന്നെ അറിയുന്നില്ല. പണ്ടങ്ങനെയല്ല. ഹജ്ജിന് പോയി ടിക്കറ്റ് കിട്ടിയില്ല, എയർപോർട്ടിൽ സ്റ്റക്കായി, ആ പേര് വന്നില്ല, എന്നും ഹജ്ജിനെ സംബന്ധിച്ച് ലഹള തന്നെയായിരുന്നു 2014 വരെ. അത് ഇനി ഒരു വലിയ മാറ്റമാണ് മുസ്ലിം സഹോദരന്മാർക്ക്, മുസ്ലിം സമുദായത്തിന് നരേന്ദ്രമോദി ഉണ്ടാക്കി കൊടുത്തതെന്ന് എല്ലാവർക്കും ബോധ്യമാണ്. അത് AP അബൂബക്കർ മുസ്ലിയാർക്കും നല്ല ബോധ്യം തന്നെ ഉണ്ട്.